കാര്യങ്ങളൊക്കെ ഞങ്ങളും തിരിച്ചു പറയും. അതൊക്കെ എല്ലാം അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട. നിങ്ങൾ തോറ്റുപോയി. തൃശ്ശൂർ നിങ്ങൾ തോറ്റുപോയി. ഇനി വീണ്ടും ജയിക്കാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇനിയും ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല. കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ BJPയോടൊപ്പമാണ്, സുരേഷ് ഗോപിയോടൊപ്പമാണ്. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ വിജയം ആവർത്തിക്കും. നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ഒരു മുഴം നീട്ടി എറിയുകയാണ്. സുനിൽകുമാറും കോൺഗ്രസും ഒക്കെ ഒരു മുഴം നീട്ടി എറിയുകയാണ് ഞങ്ങൾക്കറിയാം. കാരണം കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും ഞങ്ങൾ ഈ വിജയം 2024 വിജയം ഞങ്ങൾ ആവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതറിയുന്നത് കൊണ്ട് ഒരു മുഴം നീട്ടിയെറുകയാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് പോകും. പക്ഷേ ജനവിധിയെ പരിഹസിക്കരുത്. ജനവിധിയെ പരിഹസിക്കുന്ന സമീപനം മുതിർന്ന നേതാക്കന്മാർ അവസാനിപ്പിക്കണമെന്ന് എല്ലാ ബഹുമാനത്തോടു കൂടി അവരോട് ആവശ്യപ്പെടുകയാണ്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ മാത്രമുള്ള ഒരു നേതാക്കന്മാരും CPMന്റെയും കോൺഗ്രസിന്റെയും തട്ടകത്തിൽ എത്രക്കാലം തൃശ്ശൂരിലില്ല. അത് തൃശ്ശൂരിലെ ജനങ്ങൾ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ സമയത്ത് അത്രമാത്രമേ ഈ നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ.